പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എൻ്റെ കർത്താവേ, അവിടുന്ന് ഞങ്ങളെ തലമുതൽ കാൽ വരെ സ്വർഗീയ അഗ്നിയാൽ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളെ തന്നെ മുഴുവനായി മാതാവിൻ്റെ ബബിൾ ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവേ, അവിടുന്ന് കൈകൾ നീട്ടി സമൃദ്ധമായി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനോട് നന്ദി പറയുന്നു. കർത്താവേ, ഈ പ്രഭാതം മുതൽ നാളെ പ്രഭാതം വരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സ്വഭാവങ്ങളിലും ഞങ്ങളുടെ സംസാരങ്ങളിലും ഞങ്ങളുടെ പ്രവർത്തികളിലും ഞങ്ങളുടെ ജോലിയിലും ഞങ്ങൾ ചെയ്യേണ്ടതായ ദൗത്യത്തിലും കർത്താവേ, അങ്ങയുടെ വലിയ സാന്നിധ്യം അങ്ങ് നൽകുന്നതിനോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവിൻ്റെ മക്കളെ, നമ്മുടെ ഇന്നത്തെ നിയോഗങ്ങൾ ഈശോയ്ക്ക് സമർപ്പിക്കുമ്പോൾ പാവിയായി എനിക്കും എൻ്റെ കുടുംബത്തിനും അടുത്ത ഞായറാഴ്ചത്തെ ഈ ഞായറാഴ്ച 30-ാം തീയതിയുള്ള വൺഡേ ധ്യാനവും ഏപ്രിൽ 8 മുതൽ 12 വരെയുള്ള കൺവെൻഷൻ അടുത്തുള്ള തൈക്കിൽ പള്ളിയിൽ നടത്തുന്നു. സായാഹ്ന കൺവെൻഷൻ. അതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ. ഈശോയെ, തകർന്നു കിടക്കുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. വേദനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ആത്മീയ വളർച്ച എല്ലാവർക്കും നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. കടഭാരമായിട്ട് കടക്കനിയിൽ കിടക്കുന്ന ജപ്തി ഓർഡർ വന്നിരിക്കുന്ന കർത്താവേ, കുടുംബങ്ങളെ ഓർത്ത് ഞാൻ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് അവരെ അനുഗ്രഹിക്കണമേ, സമ്പത്ത് കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിവിധ കൃഷികളുണ്ട്. ചെമ്മീൻ കൃഷിയുണ്ട്, മീനിൻ്റെ കൃഷിയുണ്ട്. കർത്താവേ, അവരുടെ നിത്യ തൊഴിൽ, വരുമാന തൊഴിലൊക്കെ ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ. ഏലക്കാടും കുരുമുളക് അതുപോലെയുള്ള കൃഷികളും, വാഹനം ഓടിക്കുന്നവരും വാഹനം ഓടിച്ച് ഉപജീവനം നടത്തുന്നവരും കെട്ടിടപ്പണിക്കാരും കർത്താവെയൊക്കെ സമർപ്പിക്കുന്നു. മത്സ്യത്തൊഴിലാളികളെയും സമർപ്പിക്കുന്നു. സമ്പത്ത് നൽകണമേ കർത്താവേ. എല്ലാ കടഭാരങ്ങളും മാറ്റി ആത്മീയ വളർച്ച അവർക്ക് നൽകണമേ യേശുവേ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അങ്ങ് ആസ്വദിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞവര് അവരെയും ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ കർത്താവേ. 30-ാം തീയതി ഇവർ വരുമ്പോൾ ഇവരിലൂടെ 2, 3, 4 ആളുകളെ കൂട്ടിക്കൊണ്ടുവരണമേ. ഒരാളെങ്കിലും കൂട്ടിക്കൊണ്ടുവരുന്നവരെ കർത്താവേ, അങ്ങയുടെ മക്കൾക്കല്ലേ സാധിക്കുകയുള്ളൂ. അത് സാധിക്കുന്നതിനോട് നന്ദി പറയുന്നു. അവരെ അനുഗ്രഹിക്കണമേ, അവരെ ഇനിയും വളർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. കരുണ തോന്നണേ ഇവരിൽ, അലിവ് തോന്നണേ, പാവിയാണു ഞാൻ നാഥ, രോഗിയാണു ഞാൻ. നീ നിന്റെ പാവങ്ങളോർത്ത് അനുതാപത്തിൻ്റെ കണ്ണുനീരോട് പൊട്ടിക്കരഞ്ഞ് ഒരു തുള്ളി കണ്ണുനീര് പാവങ്ങളെ ഓർത്ത് ഒരു തുള്ളി കണ്ണുനീര് ധ്യാന ഹോളിൽ ഒഴുക്കട്ടെ. അതുവഴി നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുന്ന നിമിഷമാണ്. നീ പ്രാർത്ഥിക്കുമ്പോൾ രോഗാവസ്ഥയിലും വിവിധ തരത്തിൽ തകർന്നു കിടക്കുന്ന ഓരോ മക്കളിലേക്ക് കർത്താവിൻ്റെ തിരുരക്തം വീഴാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആർത്തിയോടെ, വിശ്വാസത്തോടെ, വലിയ ദൈവസ്നേഹത്തോടെ നമുക്ക് പാടാം. കരുണ തോന്നണേ എന്നിൽ, അലിവ് തോന്നണേ, പാവിയാണു ഞാൻ നാഥ, രോഗിയാണു ഞാൻ. ഈശോയെ, കടഭാരത്താൽ കടക്കിണിയിൽ കിടക്കുന്നവര്, ജപ്തി ഓർഡർ വന്നിരിക്കുന്നവര് കർത്താവേ, അവരുടെ ജപ്തി ഓർഡറുകൾ മാറ്റിക്കളയണമേ. കുഞ്ഞുങ്ങളില്ലാതെ വേദനിക്കുന്ന മക്കൾക്ക് കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നല്ല കാലാവസ്ഥ കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഈ കാലാവസ്ഥയിൽ നൽകുവാനുള്ള അനുഗ്രഹം നൽകണമേ കർത്താവേ. യേശുവേ, ഞങ്ങളുടെ വികാരിയച്ഛനെയും കത്തോലിക്ക സഭയെയും മാർപ്പാപ്പയെയും മെത്രാന്മാരെ, പുരോഹിതന്മാരെ സമർപ്പിക്കുന്നു. ആത്മീയമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ, തെരഞ്ഞെടുത്ത ഞങ്ങളെ ആത്മീയതയിൽ നിലനിർത്തുന്നതിനകത്ത് പ്രാർത്ഥിക്കുന്നു. നിലനിൽപ്പിൻ്റെ വരം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആസ്വദിക്കണമേ കർത്താവെ. രോഗം മൂലം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റാതെ 1 രൂപ പോലും ഇല്ലാതെ വേദനിക്കുന്ന മക്കളധികം. യേശുവേ, അവരുടെ മേൽ കണ്ണു തുറന്ന് അങ്ങയുടെ ആണിപ്പഴുതുള്ള കരം അവരുടെ മേൽ നീട്ടണമേ കർത്താവെ. ഒരു കൈ സഹായം നീ അവർക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. വേദനിക്കുന്നവരെ അങ്ങ് മാറോട് ചേർത്ത് പിടിക്കുന്നവനാണ് ഞങ്ങൾക്കറിയാം കർത്താവെ. കരുണയായിരിക്കണമേ യേശുവേ, കരുണയായിരിക്കണമേ. കരുണ തോന്നണേ ഇവരിൽ,
അലിവു തോന്നണേ. പാവിയാണു ഞാൻ നാഥ, രോഗിയാണു ഞാൻ. കരുണ തോന്നണേ ഇവരിൽ, അലിവു തോന്നണേ. പാവിയാണിവർ നാഥ, രോഗിയാണിവർ. പാവിയാണ് ഞാൻ, എൻ്റെ മേൽ കരുണയായിരിക്കണമേ. പാവിയാണ് എൻ്റെ കുടുംബത്തിലുള്ളവരും ഞാൻ ആഗ്രഹിക്കുന്നവരും, അവരുടെ മേൽ കരുണയായിരിക്കണമേ. ഹല്ലേലൂ ഹല്ലേലൂയ, ഹല്ലേലൂ ഹല്ലേലൂ ഹല്ലേലൂയ, ഹല്ലേലൂ ഹല്ലേലൂയ, ഹല്ലേലൂ ഹല്ലേലൂ ഹല്ലേലൂയ. കരഞ്ഞ കണ്ണീരോടെ പൊട്ടിക്കരഞ്ഞ കരഞ്ഞു പ്രാർത്ഥിക്കുന്നു, ഈശോ നിലവിളിക്കുന്നു. കണ്ണീര് തുടയ്ക്കുവാനായി ഈശോ വേഗം വന്നിടണേ. കരഞ്ഞു പ്രാർത്ഥിക്കുന്നു, ഈശോ വേഗം വന്നിടണേ. കണ്ണീര് തുടയ്ക്കുവാനായി ഈശോ വേഗം വന്നിടണേ. ഈശോയേ, ഞങ്ങളെല്ലാവരെയും അങ്ങ് ആഗ്രഹിക്കുന്ന മക്കളെയും കൂടുതൽ പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുന്ന ഓരോ മക്കളെയും അങ്ങയുടെ മാറോട് ചേർത്ത് പിടിച്ച് കർത്താവേ, ഭാവികളാ ഞങ്ങളെ ഒരു തള്ളക്കോഴി പിഞ്ചു കുഞ്ഞുങ്ങളെ, കോഴിക്കുഞ്ഞുങ്ങളെ ചിറയും കീഴിൽ പിടിച്ച് കാത്തു പരിപാലിക്കുന്ന പോലെ ഈശോയേ, ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ മാറോട് ചേർത്ത് പിടിച്ച് അവിടുന്ന് വലിയ പാതിരാപ്പ്, വലിയ സംരക്ഷണം, വലിയ പ്രൊട്ടക്ഷൻ അവിടുന്ന് നൽകണമേ കർത്താവേ. അങ്ങയുടെ ആണിപ്പഴുതുള്ള കരം നീട്ടി ഞങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കും. നന്ദി പറയുന്നു കർത്താവേ, ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. കരഞ്ഞ കണ്ണീരോടെ കൈകൾ കൂപ്പി ശിരസ് കുനിച്ച് കർത്താവേ 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 ആശീർവദിക്കണമേ, ഞങ്ങളെ ആശീർവദിക്കണമേ. കർത്താവിൻ്റെ സമാധാനം എപ്പോഴും ദൈവ മക്കളുടെ മേല്, ഞങ്ങളുടെ മേല്, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേല്, ഇവരുടെ കുടുംബങ്ങളുടെ മേല്, ഇവരുടെ ആഗ്രഹങ്ങളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ നിലനിൽക്കട്ടെ. ആമേൻ. സന്തോഷത്തോടെ ആയിരിക്കുക, വലിയ പ്രത്യാശയിലായിരിക്കുക. ഈ പ്രതിസന്ധികളും മോനെ മോളെ നിന്റെ കടന്നു പോകും. ദൈവം അനുഗ്രഹം നിനക്ക് തരാൻ പോകുന്നു. അനുഗ്രഹത്തിനായി കാതോർക്കാം, ഹൃദയമൊരുക്കാം, മനസ്സൊരുക്കാം, ശാന്തമായിരിക്കാം. അവിടെ നിന്ന് നല്ലവനാണ്. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ബോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സമൃദ്ധിയായി ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.